21ാം നൂറ്റാണ്ടിലും നമ്മുടെ ചുറ്റിലും ഇതുപോലെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് വളരെ നിരാശാജനകം തന്നെയാണ്. അപ്പോൾ എന്താണ് കാര്യം, അതെല്ലാം നമുക്ക് വഴിയെ പറയാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വരണം. സുധിമോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കാണാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാം, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പെട്ടെന്ന് യൂട്യൂബില് വൈറലായെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ ആദ്യമായി ഇവരുടെ കാണുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഭാഗം കാണിക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ആളെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ആരാണ് ഞാൻ പറഞ്ഞ സുധിമോൾ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ചാനലിൽ കാണുന്ന വീഡിയോ. സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. കാരണം ഇങ്ങനെയും സിറ്റുവേഷൻസിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരങ്ങനെ വന്നുകൊണ്ട് എനിക്ക് വീടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ദുരിതത്തിലാണെന്നോ അങ്ങനെയൊന്നും കാണിക്കുന്നതോ പറയുന്നതോ ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നില്ല. അവരവരുടെ വീട്, അവരുടെ വീട് അത് അവർക്ക് സ്വർഗമാണ്. അത് നമ്മളെ കാണിച്ചു തരുന്നു. പക്ഷെ ആ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ വീഡിയോകൾ ഇവരിടുമ്പോൾ ചില ആളുകൾ അവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഇവരിട്ട വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് വളരെ മോശം എന്ന് പറഞ്ഞ, അതാണ് ഞാൻ പറയുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലും ഇതുപോലെ ഇത്രയും അധംപതിച്ച രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പൊ ആ കമന്റ്, നമ്മളിപ്പോ പറയാൻ പോകുന്ന ഈ കമന്റ് പ്രത്യേകം എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സുധിമോള്. കാരണം ആളുകൾ കാണേണ്ടത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു. ഇതിനെ നമുക്കറിയാം ഇതെന്താണ്, ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം നമുക്ക് പറയാം. വളരെ കുറച്ച് സമയം ഞാൻ പറഞ്ഞു അവർ വീഡിയോ ഇട്ടു തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ ചാനൽ റീച്ച് ആവുകയും കുറേ ആളുകൾ ഒരിക്കലും ഇപ്പൊ അവരുടെ വീഡിയോയുടെ താഴെ ഒരു 10K ലൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഡേ ബൈ ഡേ കൂടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവരെ ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കില്ല. അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ, അവരുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കൂലേ ഇതെല്ലാം അവരുടെ വീഡിയോയുടെ താഴെ ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിലും ചില പുഴുക്കുത്തുകളുണ്ട്. അപ്പൊ നമുക്ക് ആ കമന്റ് എന്താണെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ബാക്കി വീഡിയോയുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇവര് ഒന്നിനും കാണാനോ കേൾക്കാനും പറ്റാതെ. അതുകൊണ്ട് ആ പരാതിയും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇവരെ ലുലുവിൽ കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണ്. ഭയങ്കര ആഗ്രഹം. ആ വീഡിയോയുടെ താഴെ നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുട്ട മറുപടി കൊടുക്കണമെന്ന് തോന്നുന്ന കുറെ കമന്റ്സ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ വളരെ മോശം എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ പറയുന്ന ഒരു കമന്റ് ആണ് പുലയത്തി നല്ല കാലം. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ജാതി പറഞ്ഞ് ഒരു മനുഷ്യനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കമന്റ് താഴെ 400ഓളം റിപ്ലൈ കമന്റ്സും കുറേ ആളുകൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അവർക്ക് സപ്പോർട്ടായി വന്നിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അവർക്കൊക്കെ ഞാൻ ഒത്തിരി അവരൊക്കെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ചില ആളുകൾ അവർക്കിടെ ഫ്രസ്ട്രേഷൻ മൊത്തം തീർക്കുന്നത് മറ്റു പല ആളുകളുടെയും കമന്റ് ബോക്സിലാണ്. അതായത് അവരെ കൊണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇല്ലാത്തത് കാണിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീടിന്റെ വീഡിയോ ഒക്കെ കാണിച്ച സമയത്ത് എന്ന് പറയുന്നത് ദാരിദ്ര്യം പറഞ്ഞ് യൂട്യൂബിൽ വന്ന് ആളുകളെ കൊണ്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യം യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് വിറ്റ് കാശാക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവർക്കുള്ളതല്ലേ അവർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അതിനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നോർമലായി ചിന്തിക്കുന്ന ഒരു പേഴ്സണും ഇതുപോലെയുള്ള കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ല. കാരണം ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും നമുക്കറിയാം ജാതി മതം അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ്. അല്ലാതെ അതിനകത്ത് ഒരു പ്രത്യേകം നീ ഇന്ന ജാതി മറ്റാള് അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ എവിടെയും പറയാനോ അങ്ങനെ ഒരു വ്യക്തിനെ അതിന്റെ പേരിൽ അധിക്ഷേപിക്കാനോ പാടില്ല. ഇതെന്താ ശരിക്കുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില ആളുകള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവര് ഇപ്പോഴും അവരന്നിരുന്ന പോലെ തന്നെ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഒരു വ്യക്തി തുടങ്ങി തന്നെ വിചാരിക്കാം. ആ യൂട്യൂബ് ചാനലിന് ഒരു സബും വരുന്നില്ല, ഒരു വ്യൂസും ഇല്ല, അവർക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ലെങ്കിൽ ഫുൾ സപ്പോർട്ടായിരിക്കും കേട്ടോ അവർക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് നന്നാകണമൊന്നുമില്ലല്ലോ. അവർ കിടന്നോട് തന്നെ കിടക്കുവാണ്. ഒരു മനുഷ്യൻ നന്നാകുന്നത് കണ്ണുകടി എന്ന് പറയത്തില്ലേ, അസൂയ കണ്ണുകടി, അത് മാത്രമാണെന്ന് പറയാം. ഇവരുടെ പെട്ടെന്നുള്ള വളർച്ച അല്ലെങ്കിൽ ഇവര് കുറച്ചും കൂടിയും നന്നായി ജീവിക്കുന്നു അങ്ങനെ പറയാം. അവര് നന്നായി തന്നെ ജീവിച്ചിരുന്നത്, പക്ഷെ അവരുടെ ആ സാഹചര്യങ്ങളിൽ നിന്ന് അവർ കുറച്ചും കൂടി നല്ലൊരു വീട്ടിലോട്ട് മാറി അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായി പോകുന്നു. ചില കമന്റുകള് ഞാനിവിടെ കുറച്ച് കമന്റുകൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ ഹസ്ബൻഡിനെയൊക്കെ കളിയാക്കി പറയുന്ന പല കമന്റ്സുകളുണ്ട്. ആളുകൾ പറയുന്നുണ്ട് ജോലിക്ക് പോയി ജീവിച്ചൂടെന്ന്. അവര് ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താണോ ജീവിക്കുന്നത്? അവർ ഈ യൂട്യൂബ് ചാനൽ മാത്രം നോക്കിയിരിക്കുകയാണോ? 24/7 അവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ മേ ബി 20 to 30 minutes മാത്രമേ കാണുള്ളൂ. ബാക്കി ഒരു ദിവസത്തില് എത്ര മണിക്കൂറുകളുണ്ട്? ആ മണിക്കൂർ കംപ്ലീറ്റ് അവർ കിടന്നുറങ്ങുകയും തിന്നേ മാത്രമല്ല അവർ അവരുടേതായ പണികൾ ചെയ്ത് അവരുടെ ലൈഫ് എങ്ങനെ ഈ യൂട്യൂബ് ചാനൽ വരുന്നതിന് മുമ്പും അവർ കഞ്ഞൂടി ജീവിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഞ്ഞോ വട്ടവറെ അവർ ജീവിക്കുന്നുണ്ടായിരുന്നു. അവരാരും ഒരാളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഇത് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇടുമ്പോൾ പോലാണെങ്കിലും ഞാൻ എല്ലാ വീഡിയോസും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിലും നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് വീട് തന്ന് സഹായിക്കണം, പൈസ തന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനില്ല അങ്ങനെ പറഞ്ഞ് ആ വ്യക്തി വന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ റീസെന്റ് വന്ന വീഡിയോ അല്ലെങ്കിൽ ഈ കമന്റ് വന്ന വീഡിയോ എന്ന് പറയുന്നത് അവര് പറയുവാണ് ഞങ്ങൾക്കൊരു വ്യക്തി ഐഫോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലും അവര് പേടിച്ച് പറയുന്നതായിട്ട് ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റി. ഇവൻ ഈ കമന്റ് വന്നില്ലെങ്കിലും ഈ വീഡിയോ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് കുറച്ച് പൈസ കുറവാണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ അവർ അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തികളാണെന്നോ എന്ന് വിചാരിച്ച് അവരെ എന്നും അങ്ങനെ തന്നെ ജീവിക്കണം. അങ്ങനെ നമുക്ക് ഈ സമൂഹത്തിന് അവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഒരാളും ജനിക്കുമ്പോ കൈ നിറയെ പൈസയുമായി വരുന്നില്ല. നമ്മളെല്ലാരും ജനിക്കുന്നത് ഒന്നുമില്ലാണ്ട. ചില സിറ്റുവേഷൻസ് കൊണ്ട് ചില ആളുകൾക്ക് കുറെ കാശ് അവരുടെ കയ്യിൽ വരുന്നു, ചില ആളുകള് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി അങ്ങനെ അവർക്ക് അവരുടെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ മുന്നോട്ട് വരുന്നു. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ഒന്നും ചിന്തിക്കുന്നില്ല നമുക്ക് ഇത്ര മാത്രം സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, ഇത്ര വ്യൂസ് കിട്ടും, അതിൽ നിന്ന് നമുക്കൊരു ഇൻകം വരും, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് അവർ തുടങ്ങിയതാവില്ല. എല്ലാ മാർഗങ്ങളും അവർ ട്രൈ ചെയ്തു നോക്കുന്നു അവർക്ക് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ അവര് അടിപൊളിയായി മുന്നോട്ട് വരുന്നു. അപ്പൊ ഈ കണ്ണുകടിയുള്ള ആളുകൾ എന്ന് തന്നെ ഞാൻ പറയും, നല്ല അസൂയുള്ള ആളുകൾ. കാരണം ചില ആളുകൾ യൂട്യൂബിലിരുന്ന് നമ്മുടെ ചാനൽ വലുതല്ല കേട്ടോ, പക്ഷെ ഞാൻ പറയുകയാണ് ചില ആളുകള് വർഷങ്ങളായി യൂട്യൂബിലിരുന്ന് എന്തൊക്കെ കുനിഷ്ടു പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ എന്തുമാത്രം അസൂയ കാണിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങള് അവരവരുടെ ജീവിതം കാണിച്ച് അവർക്ക് കിട്ടുന്നു. സോ എല്ലാവരും ഒരുപോലെ ഞാൻ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കരുത്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ടൈം ആകുമ്പോൾ അവര് നന്നായി പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ആ വീഡിയോയിൽ ഒരു ഐഫോൺ വല്ല ആരോ വാങ്ങി കൊടുക്കാൻ പോകുന്നു. അതിന് ഇൻട്രൊഡക്ഷൻ പോലും അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഐഫോണും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ വ്യക്തി വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ഐഫോൺ വാങ്ങി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനും സത്യം പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിലും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? ഈ സമൂഹത്തെ അവർക്ക് പേടിയാണ്. കാരണം നമുക്കറിയാം നാളെ സുധി വന്നിട്ട് പറയണേ എന്റെ പുതിയ ഐഫോൺ നോക്കൂ എനിക്ക് കിട്ടി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്ത ആ വീഡിയോയുടെ താഴെ വിവരമില്ലാത്ത കുറെ ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിച്ചും അവരെ ചുമ്പ് പറഞ്ഞും കുനിഷ്ടു പറഞ്ഞും സ്വന്തമായി കുറച്ച് സന്തോഷം ഉണ്ടാക്കാൻ നടക്കണ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ല വീഡിയോ കണ്ട ഫസ്റ്റ് വന്നിടാൻ പോണ ആ കമന്റ് ആണ് ആ വ്യക്തി ആ വീഡിയോയുടെ ഇൻട്രോയായി പറയുന്നത്. കാരണം ഒരു കാര്യവും അവർക്ക് ഈ സമൂഹത്തിൽ വന്ന് ധൈര്യമായി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ സുധിയുടെ വീഡിയോയുടെ താഴെ അന്ന് വന്ന കമന്റ്സ് ഒത്തിരി നല്ല കമന്റ്സ് ആണ്. ഞാൻ കുറെ കമന്റ്സ് നോക്കിയായിരുന്നു. പക്ഷെ അതിനിടയിലും ഈ പറഞ്ഞ പോലെ കമന്റ്സ് ഇടുന്ന ചില സാധനങ്ങളുണ്ട്. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ കാണുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ പ്രതികരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങ് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുക. എനിവേ
ഇത്ര നാളും ഞാൻ അവരുടെ വീഡിയോ കണ്ടതിൽ എനിക്ക് അങ്ങനെ വലിയൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ വന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ കാശ് തന്നേ ഞങ്ങൾ വീട് വെക്കട്ടെ, ഞങ്ങൾ സ്ഥലം മേടിക്കട്ടെ, അങ്ങനെ ഒരു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാത്ത വീഡിയോകൾ അവർ ചെയ്തിട്ടുണ്ടോയെന്ന് എൻ്റെ അറിവിലില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻസും കാര്യങ്ങളും ആരും മറക്കരുത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരു പക്ഷേ എല്ലാവർക്കും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല, ഭൂമി വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അവരുടെ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ട് അവർക്ക് വ്യൂസ് കിട്ടി അതിൽ നിന്നുള്ള റവന്യൂ അവർക്ക് കിട്ടണേന് നമുക്ക് എന്താണേ കുഴപ്പം. പക്ഷെ അതുപോലും അതായത് ഇവരുടെ വീഡിയോ കാണും വേണം, ആദ്യം തൊട്ട് അവസാനം വരെ ചിലപ്പോൾ 10 പ്രാവശ്യം ഇവരുടെ വീഡിയോ കാണും. എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പറയത്തില്ലേ അസൂയമൂത്ത് ഭ്രാന്താവുമ്പോൾ ചില ആളുകൾ ഇടുന്ന കമന്റ്സ് ആണ്. അങ്ങനെ മാത്രം ഇങ്ങനെയുള്ള കമന്റ്സിനെ കണ്ടാൽ മതി. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റാ ബൈ.